ഹലോ നമസ്കാരം എല്ലാവർക്കും മൊഡ്യൂൾ 4 മാരത്തോൺ MCQസിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ് മൊഡ്യൂൾ 4ൽ നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് NAND ഗേറ്റ്സ് റിക്വയർഡ് ടു റിയലൈസ് ആൻ XOR ഗേറ്റ്? ഇതെങ്ങനെ ചെയ്യാം? അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. നിങ്ങൾ തിയറി നോട്ട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ തിയറി എടുക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നോട്ട് ആൻഡ് ഓർ XOR XNOR ഇങ്ങനെ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാൻഡിൻ്റെ അവിടെ 1 2 3 4 5, അതായത് നാൻഡ് ഉപയോഗിച്ച് നോട്ട് ചെയ്യണമെങ്കിൽ ഒരെണ്ണം മതി. ഒരു നാൻഡ് ഉപയോഗിച്ച് നോട്ട് ചെയ്യാം, 2 നാൻഡ് ഉപയോഗിച്ച് ആൻഡ് ഉണ്ടാക്കാം, 3 നാൻഡ് ഉപയോഗിച്ച് ഓർ ഉണ്ടാക്കാം, 4 നാൻഡ് ഉപയോഗിച്ച് XOR ഉണ്ടാക്കാം, 5 നാൻഡ് ഉപയോഗിച്ച് XNOR ഉണ്ടാക്കാം എന്നാണ് ഈ പറയുന്നത്. നോർ എഴുതുമ്പോൾ ഈ 1 ഇവിടെ എഴുതുക, 2ഉം 3ഉം തിരിച്ചു മറിച്ചു എഴുതുക. ഓക്കെ, 3ഉം 2ഉം ഇവിടെ എഴുതുക, 4ഉം 5ഉം തിരിച്ചു മറിച്ചു എഴുതുക, 4ഉം 5ഉം. ഓക്കെ, മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? ഇനി ഹാഫ് ആഡറും ഫുൾ ആഡറും കൂടി ഉണ്ട്. ഹാഫ് ആഡറിന് 2നും 5ഉം 9ആണ് ഫുൾ ആഡറിന്. ഓക്കെ, അപ്പോൾ XOR NAND ആണ് ചോദിച്ചിട്ടുള്ളത്. XOR NAND 4 എണ്ണം. ഓക്കെ, അപ്പോൾ B 4 ആണ് ഇവിടെ ഉത്തരം. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് M റിക്വയർഡ് ടു സെലക്ട് 1 ഔട്ട് ഓഫ് N ഇൻപുട്ട് ലൈൻസ് ഈസ്. അപ്പോൾ എത്ര എമ്മുകൾ വേണം, എത്ര സെലക്ട് ലൈൻ M വേണം N ഇൻപുട്ട് ലൈൻസിൽ നിന്ന് ഒരെണ്ണത്തിന് സെലക്ട് ചെയ്യാൻ എന്നാണ് ഈ ചോദിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ 4 ഇൻപുട്ട് ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. 4 ഇൻപുട്ട് ലൈൻസ് ഉണ്ടെങ്കിൽ അതിന് എത്ര സെലക്ട് ലൈൻ വേണം എന്നാണ് ചോദിക്കുന്നത്. ഈ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ എത്ര സെലക്ട് ലൈൻ വേണം? അതായത് 4 എണ്ണം എന്ന് പറയുമ്പോൾ 0 0 0 1 1 0 1 1 അല്ലേ? അപ്പോൾ എത്ര സെലക്ട് ലൈനുകൾ വേണം? 2 സെലക്ട് ലൈനുകളല്ലേ വേണ്ടത്? 1 2 സെലക്ട് ലൈൻ അല്ലേ? അപ്പം 4ൽ നിന്ന് 4 എണ്ണമാണ് N എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് 4ൽ നിന്ന് 2 കിട്ടണം. ഓക്കെ, M കിട്ടണം. അപ്പം M എന്ന് പറയുന്നത് എന്തായിരിക്കണം? 4ൻ്റെ എന്താണ് 2 എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇവിടെ 8 ആയിരുന്നെങ്കിൽ അത് 3 വന്നാനെ. 8ൻ്റെ എന്താണ് 3 എന്ന് പറയുന്നത്? 8ൻ്റെ 2⁻3 അല്ലേ 8 എന്ന് വെച്ചാൽ 3 എന്ന് പറയുന്നത് എന്താണ്? log ഓഫ് 8 to the base 2. ഓക്കെ, അതായത് log ഓഫ് n to the base 2. ഓക്കെ, M is equal to log n to the base 2. അപ്പോൾ A ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2 4 2 1 എന്താണ്? 2 4 2 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലായി അത് വെയ്റ്റഡ് കോഡാണെന്ന് മനസ്സിലായി അല്ലേ? അതായത് ഓരോ പ്ലേസിലും അതിന് വെയിറ്റ് ആണ് ഈ 1 2 4 2 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വെയ്റ്റഡ് ആണ്. ഇത് സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ് കൂടെയാണ് കേട്ടോ. അപ്പോൾ വെയ്റ്റഡ് സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡാണ് ഈ 2 4 2 1 എന്ന് പറയുന്നത്. ഈ സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9's കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, അതിനെയാണ് ഈ സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് A ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, when an inverter is placed between the input of an SR flip flop, input of SR flip flopൻ്റെ ഇടയിൽ ഒരു ഇൻവെർട്ടർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് S ഈക്വൽ ടു R ബാർ എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ റിസൾട്ടിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. S ഈക്വൽ ടു R ബാർ ഈക്വൽ ടു D എന്നല്ലേ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺവേർഷനിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, the number of flip flops required for a mode 12 Johnson counter is. mode 12 Johnson counter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജോൺസൺ കൗണ്ടറിൻ്റെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 2n ആണ്. 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n is a number of flip flops. അപ്പോൾ മോഡ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ജോൺസൺ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n ആണ്. അതായത് ഇപ്പോൾ 12 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12/2 which is 6. 6 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ വേണം 12 സ്റ്റേറ്റുകൾ ഉണ്ടാക്കാൻ ജോൺസൺ കൗണ്ടറിൽ കേട്ടോ. റിംഗ് കൗണ്ടർ ആയിരുന്നെങ്കിലോ, റിംഗ് കൗണ്ടറിന് n ആണ് അതിൻ്റെ മോഡുലസ്. അതായത് 6 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 6 സ്റ്റേറ്റ് ആണ് അതിന് ഉണ്ടാവുക. ഓക്കെ, റിങ്ങിന്. അടുത്തത്,
A certain 4-bit DAC uses binary weighted resistors. If the MSB resistor is 100 kilo ohm, then the LSB resistor will be. MSB resistor, അതായത് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റേഴ്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ DACക്കകത്ത്. അങ്ങനെയാണെങ്കിൽ MSB റെസിസ്റ്റർ 100 കിലോ ഓം ആണ് MSBയുടെ. അങ്ങനെയാണെങ്കിൽ LSBയുടെ റെസിസ്റ്റർ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് 100 കിലോ ഓം ആണെങ്കിൽ ഇത് 6 ആണെങ്കിൽ അടുത്തത് എത്രയാണ് വരിക? അതായത് ഇത് 2⁻0 × 6 ആണ്. അടുത്തത് 4 ബിറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇടയിൽ 2 കൂടെ വരും. അത് കഴിഞ്ഞിട്ടാണ് LSB വരാൻ പോകുന്നത്. അപ്പോൾ അടുത്തത് 2⁻1 R ആയിരിക്കും. അടുത്ത 2⁻2 R ആയിരിക്കും. അടുത്ത 2⁻3 R ആയിരിക്കും. അപ്പോൾ 2⁻0 × R അല്ലെങ്കിൽ R എന്ന് പറയുന്നത് 100 കിലോ ഓം ആണ്. അപ്പോൾ 2⁻3 × R എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 × R. 8 × R എന്ന് പറഞ്ഞാൽ 8 × 100 കിലോ ഓം, അതായത് 800 കിലോ ഓം. ഓക്കെ, അപ്പോൾ 800 കിലോ ഓം ആണ്. സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി ഓഫ് 8085 മൈക്രോ പ്രോസസ്സർ ഇസ്. 8085 മൈക്രോ പ്രോസസ്സറിന്റെ ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി എത്രയാണ്? 64 KB. അത് വളരെ കുറവാണ് കേട്ടോ. 8085 മൈക്രോ പ്രോസസ്സർ മുതൽ പഠിച്ചു തുടങ്ങുക. 8085 മൈക്രോ പ്രോസസ്സറിന്റെ ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി 64 KB ആണ്. MB ഒന്നും അല്ല എന്ന് ഓർത്ത് വയ്ക്കുക, KB ആണ്. 64 KB ആണ്. അടുത്ത ചോദ്യം, അപ്പോൾ അടുത്ത ചോദ്യമാണ് 8ാമത്തെ ചോദ്യം. ദ ഇൻസ്ട്രക്ഷൻ ഇസ് യൂസ്ഡ്, ഡാഷ് ഇൻസ്ട്രക്ഷൻ ഇസ് യൂസ്ഡ് ടു സ്റ്റോർ ദ അക്യുമുലേറ്റർ കണ്ടന്റ് ഇൻ ടു ദ മെമ്മറി പോയിന്റഡ് ബൈ രജിസ്റ്റർ പെയർ DE ഇൻ 8085 മൈക്രോ പ്രോസസ്സേഴ്സ്. അപ്പോൾ ഏത് ഇൻസ്ട്രക്ഷനാണ് ഇത്? ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ് ചോദിക്കുന്നത് കേട്ടോ. അതായത് അക്യുമുലേറ്റർ കണ്ടന്റിലുള്ള വാല്യൂനെ എന്തിലേക്ക് മാറ്റണം? DE പോയിന്റ് ചെയ്യുന്ന രജിസ്റ്ററിലേക്ക്. DEയിനകത്ത് ഒരു അഡ്രസ്സ് ഉണ്ടാവും കേട്ടോ. ആ അഡ്രസ്സ് എന്താണോ അതിലേക്ക് നമ്മുടെ ആ അഡ്രസ്സ് ഇപ്പോൾ ഇതാണെങ്കിൽ എയിലുള്ള കണ്ടന്റ് അതിൽ കൊണ്ടുപോയി എഴുതണം. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? സ്റ്റാക്സ് D എന്നും സ്റ്റാക്സ് B എന്നും പഠിച്ചിട്ടുണ്ട്. അതായത് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BC എന്ന് പറയുന്ന രജിസ്റ്റർ പെയർ കാണിക്കുന്ന പോയിന്റ് ചെയ്യുന്ന മെമ്മറിയിലേക്കാണ് A എഴുതേണ്ടത്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DE പെയറിലുള്ള പോയിന്റ് ചെയ്യുന്ന അഡ്രസ് ലൊക്കേഷനിലേക്കാണ് A റൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാക്സ് D ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ C ആണ്, സ്റ്റാക്സ് D ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, ഇത് ഇൻഡയറക്റ്റ് മെമ്മറി അഡ്രസ്സിംഗ് ആണ്. അടുത്ത ചോദ്യം, the order of 8085 machine cycle executed in executing the instruction STA 1200HR. അപ്പോൾ ഇതിനകത്ത് എന്താണ് ആദ്യം വരിക? ഓപ്പ് കോഡ് ഫെച്ച് വരും അല്ലേ? ഓപ്പ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? STA ഓപ്പ് കോഡ് ഫെച്ച് വന്നു. ഓക്കെ, അപ്പോൾ ഓപ്പ് കോഡ് ഫെച്ച് വന്നപ്പോൾ STA ഫെച്ച് ചെയ്തു കേട്ടോ. അടുത്തത് മെമ്മറി അല്ലേ? മെമ്മറിയിൽ നിന്നുള്ള ഈ അഡ്രസ്സുകളാണ് റീഡ് ചെയ്യേണ്ടത്. ആദ്യം എന്ത് റീഡ് ചെയ്യും? ഈ 00 എന്ന് പറയുന്ന ലോവർ ബൈറ്റ് മെമ്മറി റീഡ് ചെയ്യും. ഓക്കെ, ലോവർ ബൈറ്റ് മെമ്മറി റീഡ് ചെയ്തു. 00 റീഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് 12 മെമ്മറി അഡ്രസ്സ് 12 എന്ന് പറയുന്ന അപ്പർ ബൈറ്റ് അല്ലെങ്കിൽ ഹയർ ബൈറ്റ് അപ്പർ ബൈറ്റ് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അപ്പർ ബൈറ്റും റീഡ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം? STA 1200H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എക്കകത്തുള്ളത് എന്താണോ അത് 1200 എന്ന് പറയുന്ന ഈ ലൊക്കേഷനിലേക്ക് 1200 എന്ന് പറയുന്ന ഈ ലൊക്കേഷനിലേക്ക് എക്കകത്തുള്ളത് എന്താണോ അത് കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് റൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അടുത്ത സംഭവം എന്തായിരിക്കും? റൈറ്റ് ചെയ്യണം. ഏതിലേക്ക്? ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഫെച്ച് 2 മെമ്മറി റീഡ് 1 മെമ്മറി റൈറ്റ്, ഇതാണ് ഇവിടെ സംഭവിക്കുക. ഓപ്പ് കോഡ് ഫെച്ച് 2 മെമ്മറി റീഡ് 1 മെമ്മറി റൈറ്റ്, ഇതാണ് ഇവിടെ സംഭവിക്കുക. D ആണ് ഉത്തരം കേട്ടോ. During which state of opcode fetch cycle the higher order address or data line are demultiplexed in 8085 processors? ഏത് T സ്റ്റേറ്റിലാണ് ഓപ്കോഡ് ഫെച്ച് സൈക്കിളിൻ്റെ ഏത്? അപ്പോൾ ഓപ്കോഡ് ഫെച്ച് എന്ന് പറയുന്നത് എന്താണ്? അതൊരു മെഷീൻ സൈക്കിളാട്ടോ. ഇത് ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചൊരു കാര്യമാണ്. ഇതിൽ ഏതാണ് മറ്റേ മെഷീൻ സൈക്കിൾ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഉണ്ട്, പിന്നെ T സ്റ്റേറ്റും ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ടൈം കൂടുതലുള്ള ഇത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സൈക്കിളാണ് ഏറ്റവും വലുത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ സൈക്കിളിനകത്ത് കുറേ മെഷീൻ സൈക്കിളുകളുണ്ടാവും. മെഷീൻ സൈക്കിളുകളാണ് എന്ത്? ഓപ്കോഡ് ഫെച്ച്, റീഡ്, റൈറ്റ് എന്നൊക്കെ പറയുന്നത് മെഷീൻ സൈക്കിളുകളാണ്. ഇനി T സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലോക്കിൻ്റെ ടൈം പീരീഡ് മാത്രമാണ് ഈ T സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓപ്കോഡ് ഫെച്ച് എന്ന് പറയുന്ന മെഷീൻ സൈക്കിളിനകത്ത് ഒരുപാട് T സ്റ്റേറ്റുകളുണ്ടാവും. അതിനകത്ത് ഒരു T സ്റ്റേറ്റിനകത്ത് എന്താണ് ഉണ്ടാവുക? ഹയർ ഓർഡർ അഡ്രസ്സും ഡാറ്റ ലൈൻസും. അഡ്രസ് ഓർ ഡാറ്റ ലൈൻസ് നമ്മൾ ഇതല്ലേ മൾട്ടിപ്ലെക്സ് ചെയ്തിട്ടല്ലേ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ നമുക്ക് ഡീമൾട്ടിപ്ലെക്സ് ചെയ്യണമല്ലോ.
ഓരോ ഇത് വരുമ്പോഴും ഫെച്ച് വരുമ്പോൾ ഓരോ ഫെച്ചിലും ഡീമൾട്ടിപ്ലെക്സ് ചെയ്യണം. ഫെച്ച് എന്ന് പറയുമ്പോൾ അഡ്രസ്സാണ് അവിടെ ഫെച്ച് ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ അത് അഡ്രസ് ലൈനായിട്ട് ഡീമൾട്ടിപ്ലെക്സ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സും ഡാറ്റയും കൂടെ AD എന്ന് പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതാണ് ചെയ്യുക. T1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഓക്കെ, T1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഓപ്കോഡ് ഫെച്ചിൻ്റെ സ്റ്റേറ്റിൽ ആദ്യം തന്നെ അതാണ് ചെയ്യുക. ഇതിനെ ഡീമൾട്ടിപ്ലെക്സ് ചെയ്ത് എടുക്കുക എന്നുള്ള പരിപാടിയാണ് ആദ്യം തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ T1 സ്റ്റേറ്റിലാണ് അത് ഡീമൾട്ടിപ്ലെക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഹയർ ഓർഡർ അഡ്രസ് ഓർ ഡാറ്റ ലൈൻസ് ആർ ഡീമൾട്ടിപ്ലെക്സ്ഡ് ഇൻ 8085 മൈക്രോ പ്രോസസ്സർ ഇൻ ദ T1 സ്റ്റേറ്റ് ഓഫ് ഓപ്കോഡ് ഫെച്ച് സൈക്കിൾ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ലോണം പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.